എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീകുളത്തൂർ ഗിരീഷ് അഗ്നിഹോത്രി. ശ്രീമദ് ഭാഗവത കഥ തുടരുകയാണ്. നാരദൻ പറഞ്ഞ മറുപടിയാണ്. അല്ലയോ സനകാദി മുനീന്ദ്രന്മാരെ, ഭൂലോകം സർവോത്തമമാണെന്ന് കരുതി ഞാൻ അവിടേക്ക് പോയി. അങ്ങനെ നാരദ മഹർഷി ഭൂമിയിലേക്ക് വന്ന് കുറേ സ്ഥലങ്ങൾ സന്ദർശിച്ചു. ആ സ്ഥലത്തിൻ്റെ പേരുകളാണ് പറയുന്നത്. ആദ്യമായി പോയത് പുഷ്കരം. രാജസ്ഥാനിലെ അജ്മീറിനടുത്തുള്ള ഈ സ്ഥലം ഇപ്പോഴും പുഷ്കർ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത്. അടുത്തത് പോയത് പ്രയാഗ് എന്ന സ്ഥലം ഇപ്പോൾ പ്രയാഗ്രാജ് എന്നാണ് അറിയപ്പെടുന്നത്. ഇത് ഉത്തർപ്രദേശിലാണ്. ഗംഗ, യമുന, സരസ്വതി എന്നീ നദികളുടെ സംഗമസ്ഥാനമായതുകൊണ്ട് ഇതിനെ ത്രിവേണി സംഗമം എന്നും വിളിക്കാറുണ്ട്. സരസ്വതി അദൃശ്യയായിട്ടാണ് ഒഴുകുന്നെങ്കിലും വിശ്വാസികൾ അതും ചേർത്താണ് ത്രിവേണി എന്ന് വിളിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടക മേളയായ കുംഭമേള 12 വർഷത്തിലൊരിക്കൽ പ്രയാഗ്രാജിലും നടക്കാറുണ്ട്. പ്രയാഗ്രാജ് കൂടാതെ ഹരിദ്വാർ, നാസിക്, ഉജ്ജയിൻ ഈ 4 സ്ഥലങ്ങളിലാണ് 12 വർഷത്തിലൊരിക്കൽ കുംഭമേള നടത്തുന്നത്. അടുത്തത് കാശിയുടെ ഇപ്പോഴത്തെ പേര് വാരണാസി എന്നാണ്. ഇത് ഉത്തർപ്രദേശിലാണ്. സാംസ്കാരികപരമായും ആത്മീയപരമായും വളരെ പ്രധാനപ്പെട്ട നഗരമാണിത്. ഗംഗാതീരത്ത് സ്ഥിതി ചെയ്യുന്ന നഗരമായതുകൊണ്ട് അവിടുത്തെ ഘാട്ടുകൾ വളരെ പ്രശസ്തമാണ്. ശിവന്റെ ആസ്ഥാനം എന്ന് കരുതപ്പെടുന്ന നഗരം കൂടിയാണിത്. അടുത്തത് ഗോദാവരി എന്നത് പ്രത്യേകമായിട്ടൊരു സ്ഥലമല്ല. ഗോദാവരി നദി ഒഴുകുന്ന സ്ഥലങ്ങളാണ് അക്കാലത്ത് പ്രവിശ്യകളായി കണക്കാക്കിയിരുന്നത്. ഗോദാവരി നദി മഹാരാഷ്ട്രയിലെ നാസിക് എന്ന സ്ഥലത്തോട് ചേർന്നുള്ള ബ്രഹ്മഗിരി മലനിരകളിലെ ത്രയംബകേശ്വറിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഇവിടെ നിന്ന് തെക്ക് കിഴക്കായി ഒഴുകി ബംഗാൾ ഉൾക്കടലിൽ ചേരുന്നു. ഏകദേശം 1465 കിലോമീറ്റർ ദൂരം ഇത് ഒഴുകുന്നുണ്ട്. മഹാരാഷ്ട്ര, തെലങ്കാന, ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദിക്ക് പ്രാണഹിത, ഇന്ദ്രാവതി, ശബരി തുടങ്ങിയ പ്രധാന പോഷക നദികളുമുണ്ട്. നാസിക്, നന്ദേഡ്, രാജമുന്ദ്രി തുടങ്ങിയ നഗരങ്ങൾ ഇതിൻ്റെ തീരത്താണ്. അടുത്തത് ഹരിദ്വാരം. ഇന്ന് ഹരിദ്വാർ എന്നറിയപ്പെടുന്ന ഈ സ്ഥലം ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിലാണ്. ഗംഗാനദി ഹിമാലയത്തിൽ നിന്നൊഴുകി സമതലത്തിലേക്ക് പ്രവേശിക്കുന്ന ആദ്യത്തെ പ്രധാന നഗരമാണിത്. ഹരിദ്വാർ എന്ന വാക്കിനർത്ഥം ദൈവത്തിലേക്കുള്ള വാതിൽ എന്നാണ്. 12 വർഷത്തിലൊരിക്കൽ ഇവിടെയും കുംഭമേള നടത്താറുണ്ട്. അടുത്തത് കുരുക്ഷേത്ര ഹരിയാനയിലാണ്. മഹാഭാരത യുദ്ധം നടന്ന സ്ഥലമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് ഗീതോപദേശം നൽകിയ സ്ഥലമായതുകൊണ്ട് ധർമ്മക്ഷേത്രമെന്നും വിളിക്കാറുണ്ട്. ബ്രഹ്മസരോവർ, ജ്യോതിസാർ തുടങ്ങിയ പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഇവിടെയാണ്. കുരുക്ഷേത്രയിലൂടെ സരസ്വതി, മാർക്കണ്ഡേയ തുടങ്ങിയ നദികൾ ഒഴുകുന്നുണ്ട്. സരസ്വതി നദി ഇപ്പോൾ അദൃശ്യയാണെന്നും ഭൂമിക്കടിയിലൂടെയാണ് ഒഴുകുന്നതെന്നുമാണ് വിശ്വസിക്കുന്നത്. മാർക്കണ്ഡ നദി ഖഗ്ഗർ നദിയുടെ ഒരു പോഷക നദിയാണ്. അടുത്തത് ശ്രീരംഗം തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്തുള്ള കാവേരി നദിയിലെ ഒരു ദ്വീപാണ്. ഇവിടെയുള്ള രംഗനാഥസ്വാമി ക്ഷേത്രം വളരെ പ്രശസ്തമാണ്. വിഷ്ണുവിൻ്റെ ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഈ ക്ഷേത്രത്തിന് 7 പ്രാകാരങ്ങളാണുള്ളത്. പ്രാകാരങ്ങളെന്ന് പറഞ്ഞാൽ മതിലുകൾ, അതായത് ഒരു മതിലിനുള്ളിൽ മറ്റൊരു മതിൽ എന്ന രീതിയിൽ നിർമ്മിച്ച 7 കൂറ്റൻ മതിലുകൾ. പിന്നെ 21 ഗോപുരങ്ങളുണ്ട്. അതിലേറ്റവും വടക്കുള്ള രാജഗോപുരം വളരെ പ്രശസ്തമാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ക്ഷേത്ര സമുച്ചയങ്ങളിൽ ഒന്നാണിത്. അടുത്തതായിട്ട് പോയത് സേതുബന്ധനമാണ്, അതായത് രാമേശ്വരം. ഈ സ്ഥലങ്ങളിലെല്ലാം നാരദ മഹർഷി സന്ദർശിച്ചു. പക്ഷേ മനഃശാന്തിക്ക് ഉപയുക്തമായ ഒന്നും തന്നെ ഒരിടത്തും കാണുവാൻ കഴിഞ്ഞില്ല. അധർമ്മത്തിന്റെ മിത്രമായ കലി ഇപ്പോൾ ഭൂലോകം കീഴടക്കിയിരിക്കുന്നു. സത്യം, തപസ്, ശൗചം, ദയ, ദാനം മുതലായവ എവിടെയുമില്ല. ജനങ്ങൾക്കെല്ലാം വയറു നിറയെ ഭക്ഷിക്കണം എന്നൊരു ചിന്ത മാത്രമേയുള്ളൂ. അതിനുവേണ്ടി അവർ കളവ് പറയുക തുടങ്ങിയ അധാർമിക വൃത്തികൾ കൂടി ചെയ്യാൻ തയ്യാറാണ്. സർവ്വജനങ്ങളും അലസന്മാരും മന്ദബുദ്ധികളും ഭാഗ്യഹീനരും അശക്തരെ നിരന്തരം ഉപദ്രവിക്കുന്നവരും പാഖണ്ഡ നിരതരും, അതായത് നാസ്തികരും വേദാചാരഹീനരുമാണ്. വിരക്തരായവർ പോലും വിവാഹിതരായി സ്ത്രീലമ്പടരായി കഴിയുന്നു. ഗൃഹങ്ങൾ ഭരിക്കുന്നത് ഭാര്യമാരാണ്. ഭാര്യ സഹോദരരാണ് ഉപദേഷ്ടാക്കൾ. ജനങ്ങൾ ലോഭം മൂലം കന്യകമാരെ വിൽക്കുന്നു.
ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ എല്ലായ്പ്പോഴും കലഹിച്ചുകൊണ്ടിരിക്കുന്നു. ആശ്രമങ്ങൾ, തീർത്ഥങ്ങൾ, നദികൾ തുടങ്ങിയവ യവനന്മാർ കീഴടക്കിയിരിക്കുന്നു. ഈ ഭാഗവതത്തിൽ യവനന്മാരെന്ന് പറയുന്നത് സാധാരണയായിട്ട് ഗ്രീക്കുകാരെയാണ്. എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് മറ്റ് വിദേശ ജനവിഭാഗങ്ങളെയും ഉദ്ദേശിക്കാറുണ്ട്. ഭൂരിഭാഗം ക്ഷേത്രങ്ങളും ദുഷ്ടന്മാർ നശിപ്പിച്ചിരിക്കുന്നു. യോഗിയോ സിദ്ധനോ ജ്ഞാനിയോ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരോ ആയി ആരുമില്ല. കലിയാകുന്ന കാട്ടുതീ ശ്രേയസ്കരങ്ങളായ സർവ്വതിനെയും ഭസ്മമാക്കിയിരിക്കുന്നു. ദേശങ്ങളിലെല്ലാം അന്നം വിൽക്കുന്നു. ബ്രാഹ്മണർ വേദവും സ്ത്രീകൾ ധനാഗ്രഹം കൊണ്ട് ചാരിത്രവും വിൽക്കുന്നു. ഇപ്രകാരമാണ് കലിദോഷമെന്നറിഞ്ഞ് ഭൂമിയിൽ സഞ്ചരിച്ചുകൊണ്ട് ഞാൻ ഭഗവാൻ കൃഷ്ണൻ ലീലകളാടിയ യമുനാതടത്തിലും എത്തിച്ചേർന്നു. അല്ലയോ മുനീന്ദ്രന്മാരെ, ഞാൻ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് കേട്ടാലും. അവിടെ ദുഃഖിതയായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരിയുടെ സമീപത്ത് 2 വൃദ്ധന്മാർ ചേതനയറ്റ പോലെ ദീർഘനിശ്വാസം ചെയ്തുകൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു. അവൾ ആ വൃദ്ധന്മാരെ ശുശ്രൂഷിക്കുകയും കരയുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അവൾ തങ്ങളെ രക്ഷിക്കാൻ വല്ലവരുമുണ്ടോ എന്നറിയാൻ എല്ലാ ഭാഗത്തേക്കും നോക്കുന്നുണ്ടായിരുന്നു. 100ഓളം സ്ത്രീകൾ അവൾക്ക് വീശിക്കൊടുക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് ഞാൻ കൗതുകത്തോടുകൂടി അവരുടെ അരികിലേക്ക് ചെന്നു. എന്നെ കണ്ട് അവൾ പാരവശ്യത്തോടെ ഇങ്ങനെ പറയുവാൻ തുടങ്ങി. അല്ലയോ നാരദ മഹർഷേ, താങ്കൾ അല്പനേരം നിൽക്കൂ, എൻ്റെ ദുഃഖത്തെ നശിപ്പിക്കൂ. അങ്ങയുടെ ദർശനം ലോകരുടെ സർവ്വപാപങ്ങളെയും നശിപ്പിക്കുന്നതാണ്. അങ്ങയുടെ വാക്കുകേട്ടാൽ ആരുടെയും ദുഃഖം ശമിച്ചു പോകും. ഭാഗ്യം കൊണ്ട് മാത്രമേ അങ്ങയുടെ ദർശനം സിദ്ധിക്കൂ. അപ്പോൾ നാരദൻ ചോദിച്ചു, ഭവതി ആരാണ്? ഈ കിടക്കുന്ന വൃദ്ധന്മാരും മറ്റു സ്ത്രീകളുമൊക്കെ ആരെല്ലാമാണ്? ഭവതിയുടെ ദുഃഖത്തിൻ്റെ കാരണം എന്താണ്? ഹേ ദേവി, ഇതിനെക്കുറിച്ചെല്ലാം എന്നോട് വിസ്തരിച്ച് പറഞ്ഞു തന്നാലും. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, എൻ്റെ പേര് ഭക്തി എന്ന് പ്രസിദ്ധമാണ്. ഈ കിടക്കുന്ന 2 പേർ എൻ്റെ പുത്രന്മാരായ ജ്ഞാനവും വൈരാഗ്യവുമാണ്. ജ്ഞാനമെന്നാൽ അറിവ്, വൈരാഗ്യമെന്നാൽ വിരക്തി. കാലയോഗം കൊണ്ട് ഇവർക്ക് വാർദ്ധക്യം ബാധിച്ചിരിക്കുകയാണ്. ഈ സ്ത്രീകൾ ഗംഗാ മുതലായ നദികളാണ്. ഇവർ എന്നെ സേവിക്കുവാൻ വേണ്ടി വന്നെത്തിയിരിക്കുകയാണ്. പക്ഷേ ദേവന്മാർ വിചാരിച്ചിട്ട് പോലും യാതൊരു പ്രയോജനവുമില്ല. അവിടുന്ന് എൻ്റെ കഥ കേട്ടാലും അതോടുകൂടി എനിക്ക് സുഖം ലഭിക്കും. ഞാൻ ജനിച്ചത് ദ്രാവിഡ ദേശത്തിലാണ്, അതായത് കേരളവും തമിഴ്നാടും ഉൾപ്പെടെയുള്ള ദ്രാവിഡ ഭാഷ സംസാരിക്കുന്ന തെക്കേ ഇന്ത്യയുടെ ഭാഗങ്ങൾ. വളർന്നത് കർണാടകയിലും മഹാരാഷ്ട്രയിൽ വെച്ച് കുറേശ്ശെയായി ക്ഷയിച്ചു. ഗുർജര ദേശത്ത് വന്നപ്പോൾ, അതായത് ഗുജറാത്ത് വന്നപ്പോൾ ജീർണിച്ചവളായി. കലിയുടെ പ്രേരണ കൊണ്ട് അവിടെയുള്ള നാസ്തികന്മാർ എന്നെ ഉപദ്രവിച്ചു. ദുഃഖിതയും അബലയുമായ ഞാൻ പുത്രന്മാരോടുകൂടി കുറേ കാലം കഴിച്ചുകൂട്ടി. വൃന്ദാവനത്തിലെത്തിയപ്പോൾ എൻ്റെ നില മെച്ചപ്പെട്ടു. ഞാൻ സുന്ദരിയും യുവതിയുമായി. പക്ഷേ ഇവിടെ കിടക്കുന്ന എൻ്റെ പുത്രന്മാർക്ക് യാതൊരു സുഖവും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ മറ്റു വല്ലിടത്തേക്കും പോകുവാൻ ആഗ്രഹിക്കുന്നു. ഇവരുടെ വാർദ്ധക്യമാണ് മുഖ്യമായും എൻ്റെ ദുഃഖകാരണം. എൻ്റെ പുത്രന്മാർ വൃദ്ധന്മാരും അവരുടെ മാതാവായ ഞാൻ യുവതിയുമാണ്. ഈ വൈപരീത്യത്തിൻ്റെ കാരണം എന്താണെന്ന് അവിടുന്ന് പറഞ്ഞു തരണമേ. നാരദൻ പറഞ്ഞു, അല്ലയോ ദേവി, അവിടുത്തെ ദുഃഖകാരണമെല്ലാം ഞാൻ എൻ്റെ ജ്ഞാന ചക്ഷുസ്സുകൊണ്ട് അറിയുന്നു. ശ്രീഹരി ഭവതിക്ക് നിശ്ചയമായും സുഖം വരുത്തും. അതുകൊണ്ട് ദുഃഖിക്കാതിരിക്കൂ. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടാലും. അല്പനേരം ധ്യാന നിമഗ്നനായിരുന്ന് ഭക്തിയുടെ ദുഃഖകാരണം എന്താണെന്ന് മനസ്സിലാക്കിയ നാരദമുനി ഇപ്രകാരം പറയുവാൻ തുടങ്ങി. ഇത് ഘോരമായ കലിയുഗമാണ്. അതുകൊണ്ട് ജനങ്ങൾക്ക് സദാചാരബോധവും യോഗമാർഗവും തപോമാർഗവും ക്ഷയിച്ചിരിക്കുന്നു. ജനങ്ങൾ അസുരന്മാരെ പോലെ ഷഠന്മാരും ദുഷ്കർമ്മ നിരതരുമായിരിക്കുന്നു. സജ്ജനങ്ങൾ നിരന്തരം ദുഃഖിക്കുന്നു. ദുർജനങ്ങളാകട്ടെ മതിച്ചു നടക്കുന്നു. ആരാണോ കയ്യൂക്ക് കാണിക്കുന്നത് അവനെ ബുദ്ധിമാനും പണ്ഡിതനും ധീരനുമായി ജനങ്ങൾ കണക്കാക്കുന്നു. ഭൂമി കാണാനും തൊടാനും കഴിയാത്ത വിധത്തിൽ നശിച്ചിരിക്കുന്നു. ആദിശേഷന്റെ ശിരസ്സുകൾക്ക് താങ്ങാൻ സാധിക്കാത്ത വിധത്തിൽ എവിടെയും മംഗളം നശിച്ചിരിക്കുന്നു. ഭവതിയെയും ഭവതിയുടെ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരെയും ആരും തിരിഞ്ഞു നോക്കുന്നുകൂടിയില്ല. ജനങ്ങൾ വിഷയാസക്തരായി ഉൾക്കാഴ്ച നശിച്ചവരായതുകൊണ്ട് നിങ്ങളെ കൈവെടിഞ്ഞു.
തന്മൂലം നിങ്ങൾ വാർദ്ധക്യം ബാധിച്ച് ദുഃഖിക്കുന്നു. വൃന്ദാവനത്തിൽ വന്നതുകൊണ്ട് ഭവതിക്ക് നവയൗവനം സിദ്ധിച്ചിരിക്കുന്നു. ഈ പുണ്യം നിറഞ്ഞ വൃന്ദാവനത്തിൽ ഭക്തി എല്ലായ്പ്പോഴും വിളയാടുന്നു. പക്ഷേ ഭവതിയുടെ പുത്രന്മാരെ സ്വീകരിക്കുവാൻ ആരും തന്നെ തയ്യാറായില്ല. അതുകൊണ്ട് അവർ വാർദ്ധക്യത്തിൽ നിന്ന് മുക്തരായി ഭവിക്കുന്നില്ല. എന്നിരുന്നാലും ഇവിടെ എത്തിയതുകൊണ്ട് ഭവതിയുടെ പുത്രന്മാർ അല്പം ആത്മസുഖത്തോടുകൂടി ഉറങ്ങിക്കൊള്ളട്ടെ. അവർക്ക് ആശ്വസിക്കുന്നതിനുള്ള വകയുണ്ട്. ഇത്രയും കേട്ടതിന് ശേഷം ഭക്തി ചോദിക്കുകയാണ്, ശുചിത്വമില്ലാത്തവനായ കലിയെ പരീക്ഷിത്ത് എന്തിനാണ് നിലനിർത്തിയത്? അദ്ദേഹം എന്തുകൊണ്ടാണ് കലിയെ വധിക്കാതിരുന്നത്? കലി ഭൂമിയിൽ പ്രവേശിച്ചപ്പോൾ സദാചാരാദികൾ എവിടെ പോയി മറഞ്ഞു? കരുണാനിധിയായ ഭഗവാൻ കൃഷ്ണൻ ഈ അധർമ്മങ്ങളെ എങ്ങനെയാണ് കണ്ടുകൊണ്ടിരുന്നത്? അവിടുന്ന് എൻ്റെ സംശയങ്ങൾ തീർത്തു തരയണമേ. അവിടുത്തെ വാക്കുകൾ എനിക്ക് ആശ്വാസത്തെ നൽകുന്നു. നാരദൻ പറഞ്ഞു, ഹേ ബാലേ, ഭവതി ചോദിച്ചതിനെല്ലാം ഞാൻ മറുപടി പറയാം. ശ്രദ്ധിച്ചു കേട്ടാലും. ഇതിൻ്റെ ശ്രവണം കൊണ്ട് തന്നെ ഭവതിയുടെ ദുഃഖങ്ങളെല്ലാം തീരും. ഭഗവാൻ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത നാൾ മുതൽ തന്നെ ക്രൂരനായ കലി എല്ലാറ്റിനെയും കീഴടക്കാൻ തുടങ്ങി. പരീക്ഷിത്ത് ദിഗ്വിജയ സമയത്ത് കലിയെ കണ്ടെത്തിയെങ്കിലും നിഗ്രഹിക്കുകയുണ്ടായില്ല. ഒരു വണ്ടിന് പൂവിൻ്റെ നല്ല വശം തേനാണെന്നറിയാം. അതുപോലെ തന്നെ പരീക്ഷിത്ത് കലിയിലും ഒരു നല്ല വശമുണ്ടെന്ന് മനസ്സിലാക്കി. സത്യയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും തപസ്സുകൊണ്ടും യോഗം മുതലായവ കൊണ്ടും സിദ്ധിക്കുന്ന സർവഫലങ്ങളും കലിയുഗത്തിൽ ഭഗവൻ നാമ സങ്കീർത്തനം കൊണ്ട് മാത്രം സിദ്ധിക്കുന്നു. ഇത് മനസ്സിലാക്കിയ പരീക്ഷിത്ത് കലിയുഗത്തിൽ ജനങ്ങൾക്ക് നിഷ്പ്രയാസം ശ്രേയസ് ലഭിക്കുന്നതിനായി കലിയെ നിലനിർത്തി. ദുഷ്കർമ്മങ്ങൾ നിമിത്തം സർവ്വതിൻ്റെയും സത്ത നശിച്ചിരിക്കുന്നു. ഭൂമിയിലുള്ള സർവ്വ പദാർത്ഥങ്ങളും ബീജഹീനങ്ങളായി തീർന്നിരിക്കുന്നു. ബ്രാഹ്മണർ ദക്ഷിണയെ കാക്ഷിച്ച് വീട് വീടാന്തരം നടന്ന് ഭാഗവതം വായിക്കുന്നു. അവരുടെ നിർബന്ധം കൊണ്ട് ചിലർ കേൾക്കുകയും ചെയ്യുന്നു. തന്മൂലം ഇരുകൂട്ടരും യാതൊരു പുണ്യത്തെയും പ്രാപിക്കുന്നില്ല. ക്രൂരകർമ്മനിരതരും നാസ്തികരുമായ ജനങ്ങളുടെ സമ്പർക്കം നിമിത്തം തീർത്ഥങ്ങളുടെ മാഹാത്മ്യം ഇല്ലാതായി തീർന്നിരിക്കുന്നു. കാമം, ക്രോധം, ലോഭം, തൃഷ്ണ മുതലായവയോടുകൂടിയവർ വ്യാകുലചിത്തരായി തപസ്സനുഷ്ഠിച്ചുകൊണ്ട് തപഫലവും നശിച്ചു പോയിരിക്കുന്നു. പണ്ഡിതന്മാർ പോലും വിധി നിഷേധങ്ങളെ മാനിക്കാതെ ഭാര്യാപുത്രന്മാരോട് തിരമിക്കുന്നു. അവർ കുതോൽപാദന കർമ്മത്തിൽ സമർത്ഥരാണെങ്കിലും മോക്ഷപ്രാപ്തിക്ക് വേണ്ടി പ്രയത്നിക്കുന്നതിൽ സമർത്ഥരല്ല. ഗുരുശിഷ്യ പരമ്പരയായി സിദ്ധിച്ച വൈഷ്ണവ ധർമ്മവും ഇന്നില്ല. എല്ലായിടത്തും സർവവസ്തുക്കളുടെയും സാരം നശിച്ചതായി കാണപ്പെടുന്നു. ഇത് യുഗധർമ്മമാണ്. അതുകൊണ്ട് ആരെയും പഴിച്ചിട്ട് പ്രയോജനമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ ഹരി സമീപത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം സഹിക്കുന്നത്. നാരദമുനിയുടെ ഈ വാക്കുകൾ കേട്ട് ഭക്തിക്ക് അതിയായ ആശ്ചര്യമുണ്ടായി. ഭക്തി പറഞ്ഞു, അല്ലയോ ദേവർഷേ, അവിടുന്ന് ധന്യനാണ്. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് അവിടുന്ന് ഇവിടെ വന്നെത്തിയത്. അങ്ങയെപ്പോലുള്ള സാധുക്കളുടെ ദർശനം കൊണ്ട് മാത്രം ലോകത്ത് സർവസിദ്ധികളും കൈവരുന്നു. അങ്ങയുടെ ഉപദേശമനുസരിച്ച് നാരായണ മന്ത്രത്തെ ജപിച്ച് അനുഷ്ഠിച്ച പ്രഹ്ലാദൻ ദുസ്തരമായ മായയെ ജയിച്ചു. ധ്രുവനാകട്ടെ അത്യുന്നതമായ ധ്രുവസ്ഥാനത്തെ പ്രാപിച്ചു. സർവർക്കും മംഗളത്തെ പ്രദാനം ചെയ്യുന്നവനും ബ്രഹ്മനന്ദനനുമായ അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഇതി ശ്രീ പത്മപുരാണേ ഉത്തരഖണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ഭക്തി നാരദ സമാഗമോ നാമ പ്രഥമോധ്യായ. അങ്ങനെ 1-ാം അധ്യായം അവസാനിച്ചു. 2-ാം അധ്യായം അടുത്ത ഭാഗത്ത് കേൾക്കാം. നന്ദി, നമസ്കാരം.